നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി അവിടെ നൂറ്റാണ്ടുകളായി ആദിവാസികൾ പ്രാർത്ഥിച്ചിരുന്ന ഈശ്വര സങ്കല്പവും ബുദ്ധഭഗവാൻ രൂപാന്തരമായ ശാസ്താസങ്കല്പവും പാണ്ഡ്യന്മാരവിടെ വന്നപ്പോൾ അവിടെ സ്ഥാപിതമായ ശിവസങ്കല്പവും പിന്നീട് അയ്യപ്പ സങ്കല്പവും. അയ്യപ്പൻ എന്ന സേനാനായകൻ, ഈ സേനാനായകനെ സഹായിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് വാവർ എന്ന് പറയുന്ന വ്യക്തി. പരമശിവനെ സഹായിക്കുന്ന വാവുരനുണ്ട്. ആ വാവരനും ഈ വാവരും, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. ഉദയനൻ മോഹിനിയെ വിവാഹം കഴിക്കാൻ പ്ലാനിട്ടു. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തില്ല, വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ആ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേര് ആണ് ആര്യൻ അല്ലെങ്കിൽ അയ്യൻ, കേരളവർമ്മൻ എന്ന് പറയപ്പെടുന്ന. മോഹിനിയുടെ മകനായതുകൊണ്ട് ശാക്തയെ യോജിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഒരു അതിബുദ്ധിയായ ഒരു കഥയെന്ന് മാത്രം ധരിച്ചാൽ മതി. 1370 പന്തളം രാജവംശം സ്ഥാപിതമാവുകയാണ്. 1921 കഴിഞ്ഞപ്പോഴാണ് പാണ്ഡ്യന്മാർ കേരളത്തിലെത്തിയത്. അത് കഴിഞ്ഞ് ആദ്യം പൂഞ്ഞാർ രാജവംശം ഉണ്ടായി, അല്ലെങ്കിൽ എത്തുകയറി. അത് കഴിഞ്ഞ് കോന്നിയൂരിൽ താമസിച്ചിരുന്ന പാണ്ഡ്യന്മാരുടെ ഒരു ശാഖ കുളനടയുള്ള കൈപ്പഴത്തമ്പാൻ്റെ മകളെ വിവാഹം കഴിച്ച് ദത്ത് കയറി. അതിനുശേഷം പന്തളത്തൊരു കൊട്ടാരം പണിഞ്ഞു. അങ്ങനെയാണ് 1370 അവർ സ്ഥാപിക്കപ്പെട്ടത്. പന്തളം കൊട്ടാരം കൂടാതെ അവർക്കൊരു കോയിക്കൽ കൊട്ടാരം ഉണ്ടായിരുന്നു. അത് തുമ്പമൺ എന്ന ദേശത്താണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. ആ കോയിക്കൽ കൊട്ടാരം അവർ വിട്ടുപോയപ്പോൾ ആ സ്ഥലം വാങ്ങിച്ചത് ഞങ്ങളുടെ കുടുംബക്കാരാണ്. ഇപ്പോഴും ഞങ്ങളത് തെക്കേ കോയിക്കൽ, തെക്കേ വീട്ടിൽ എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുകയാണ്. പന്തളം രാജവംശത്തിൻ്റെ പ്രധാന പൂജാരി അല്ലെങ്കിൽ ബ്രാഹ്മണൻ താമസിക്കുന്ന പുത്തൻപെട്ടിൽ ശിവമഠമായിരുന്നു. ആ ശിവമഠം ഞങ്ങൾ വാങ്ങിച്ചു. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോഴും ആ ഇല്ലം പൊളിച്ചിട്ടില്ല. പുത്തൻപെട്ടിൽ നിന്നുള്ള വീട്ടുവരെ, ശിവമഠം മാറ്റി പുത്തൻപെട്ടിൽ നിന്നുള്ള വീട്ടുവരിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ പന്തളം രാജവംശം അവിടെ ഉണ്ടായിരുന്നപ്പോൾ 1370 ശേഷം ഉണ്ടായപ്പോൾ നടന്ന കാലഘട്ടത്തിൽ 4 ചരിത്രപുരുഷന്മാരുണ്ടായിരുന്നു. ആ ചരിത്രപുരുഷന്മാരുടെ കഥയും അവിടെ ആരാധിക്കപ്പെടുന്ന അയ്യപ്പനുമായി കൂട്ടി കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നം. ആ ചരിത്രപുരുഷന്മാർ താഴെ പറയുന്നവരാണ്. തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ആക്രമിച്ചു വന്ന സൈന്യം മടങ്ങിപ്പോയപ്പോൾ മറവന്മാർ തിരിച്ചു പോയില്ല. മറവന്മാരുടെ നേതാക്കന്മാരായി 3 പേർ. ഉദയൻ ഏറ്റവും മൂത്തയാൾ, വ്യാഘ്രകണ്ഠൻ ഉൾപ്പെടെ 3 സഹോദരങ്ങൾ. അവർ 3 പേരവിടെ താമസിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 4 ജീവിച്ചിരുന്ന മനുഷ്യരെ അയ്യപ്പ ഭഗവാന്റെ ആരാധനയുമായി കൂട്ടിക്കുഴയ്ക്കുകയാണ്. അയ്യപ്പ ഭഗവാൻ ഈശ്വരനാണ്. നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി അവിടെ നൂറ്റാണ്ടുകളായി ആദിവാസികൾ പ്രാർത്ഥിച്ചിരുന്ന ഈശ്വര സങ്കല്പവും ബുദ്ധഭഗവാൻ രൂപാന്തരമായ ശാസ്താസങ്കല്പവും പാണ്ഡ്യന്മാരവിടെ വന്നപ്പോൾ അവിടെ സ്ഥാപിതമായ ശിവസങ്കല്പവും പിന്നീട് അയ്യപ്പ സങ്കല്പവും, ഈ 4 ഹൈന്ദവ സങ്കല്പങ്ങൾ കൂട്ടിയോജിച്ച് ഒരു ഈശ്വരനെ നമ്മൾ ആരാധിക്കുകയാണ്. ആ ആരാധനയുടെ ഭാഗമായി ഈശ്വരനെ പ്രാർത്ഥിക്കുക, അതിനകത്ത് വേറെ സംഗതികളൊന്നും മിക്സ് ചെയ്യാതെ സൂക്ഷിക്കുക. അവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ 4 കഥാപാത്രങ്ങൾ. അതിലാദ്യത്തെ കഥാപാത്രം എന്ന് പറയുന്നത് മണികണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. പന്തളം രാജകുടുംബത്തിലെ ഒരാൾക്ക് അവിടുത്തെ മലയരയ രാജകുടുംബം, അതായത് ഈ ശബരിമല ദേശം ഭരിച്ചിരിക്കുന്ന ആയിരാജാക്കന്മാർ രാജസ്ഥാനം കൊടുത്ത മലയരയൻ, അരജൻ അല്ലെങ്കിൽ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയിൽ രാജാവിനൊരു മകൻ ജനിച്ചു. ആ മകനെ തിരിച്ചറിയാൻ വേണ്ടി കഴുത്തിലൊരു മണി പോലെ കെട്ടിയിരുന്നു. അതുകൊണ്ടാണ് മണികണ്ഠൻ എന്ന കുട്ടിയെ വിളിച്ചത്. ആ കുട്ടി പന്തളം കൊട്ടാരത്തിൽ നിന്ന് താമസിക്കുകയും 12 വയസ്സ് കഴിഞ്ഞ് ആ കുട്ടി തിരിച്ചുപോയി ഉദയനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ അയ്യപ്പനെ സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രം. രണ്ടാമത്തേത്, ശബരിമല ക്ഷേത്രം ഉദയൻ ആക്രമിച്ചു. ഉദയൻ ആക്രമിച്ചിട്ട്
പൂജാരി കൊല്ലപ്പെട്ടു. പൂജാരി എന്ന് കേൾക്കുമ്പം നമ്പൂതിരിയാണ് എന്ന് ധരിച്ചു കളയരുത്. ആ പൂജാരി കൊല്ലപ്പെട്ടപ്പോൾ ആ പൂജാരിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകനായിരുന്നു ജയന്തൻ. ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ശബരിമലയിലെ ഒറിജിനൽ പൂജാരികൾ വീരശൈവരായിരുന്നു. ആ പൂജാരി കൊല്ലപ്പെട്ട പൂജാരിയുടെ മകൻ ജയന്തൻ നാമധാരിയായിരുന്നു. ആ ജയന്തൻ രക്ഷപ്പെടുകയും ആ ജയന്തൻ വളരെ ശ്രദ്ധാപൂർവമായി അവിടെ ജീവിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പന്തളം രാജകൊട്ടാരത്തിലെ രാജശേഖരൻ്റെ സഹോദരി മോഹിനി എന്ന രാജകുമാരി ജയന്തൻ്റെ പിടിയിലകപ്പെട്ടു. പന്തളം കൊട്ടാരം ആക്രമിച്ചൊരു രാജകുമാരിയെ പിടിച്ചുകൊണ്ട് പോയി എന്നൊരു കഥ ചിലർ പറയാറുണ്ട്. പന്തളം കൊട്ടാരം ആക്രമിച്ച യാതൊരു കഥയും ചരിത്രത്തിലില്ല. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ പാണ്ഡ്യന്മാരുടെ ഇൻ്റർനെഷ്യൻ വാറുണ്ടായ സമയത്തും ആളുകൾ രക്ഷപ്പെട്ടിട്ട് പന്തളത്ത് വരുമ്പോൾ പന്തളത്ത് നിന്ന് സൈന്യം പോയി അവരെ സഹായിക്കുമായിരുന്നു. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കൊളുത്തി പടയിഞ്ഞോട്ടെന്നൊരു ഒരു പഴമൊഴി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ രാജശേഖര രാജാവിൻ്റെ സഹോദരി മോഹിനി അവരൊരു ബന്ധുവീട്ടിൽ പോകുന്ന സമയത്ത്, അത് ഓമലൂർ ഇലഞ്ഞാന്തർ കോയിക്കൽ പോയപ്പോഴാണെന്ന് പറയുന്നു. ഇനി തുമ്പമണ്ണിൽ ഞങ്ങളുടെ അവിടെയുള്ള കൊച്ചു കോയിക്കലാണ് എന്നും ചിലർ പറയാറുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് മോഹിനി ജയന്തൻ ഉദയനൻ പിടിച്ചുകൊണ്ട് പോയി താമസിപ്പിച്ചു. പക്ഷേ ഉദയനൻ മോഹിനിയെ വിവാഹം കഴിക്കാൻ പ്ലാനിട്ടു. അതുകൊണ്ട് തന്നെ പരിക്കൊന്നും ഏൽപ്പിക്കാതെ തടവിലിട്ടിരിക്കുകയായിരുന്നു. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തില്ല, വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഉദയനൻ ചെയ്തത്. ഈ സമയത്ത് ജയന്തൻ ഉദയനൻ്റെ കൊട്ടാരത്തിൽ വരികയും മോഹിനിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. എങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ള പല ചരിത്രങ്ങളാണ്. അവിടെ ചെന്ന് കുശിനിക്കാരനായിട്ട് കൂടി വിഷം കൊടുത്തവരെ മയക്കിക്കിടത്തി കൊണ്ടുപോകുന്നൊരു കഥ, രാത്രിയിൽ കൊണ്ടുപോകുന്നൊരു കഥ, പല പല കഥകളുണ്ട്. എന്തായാലും ശരി, മോഹിനിയെ കൊണ്ടുപോയി പൊന്നമ്പലമേട്ടിലോ രക്ഷപ്പെട്ടു. പിന്നീട് പരസ്പര സമ്മതപ്രകാരം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേര് ആണ് ആര്യൻ അല്ലെങ്കിൽ അയ്യൻ, കേരളവർമ്മൻ എന്ന് പറയപ്പെടുന്ന ആൾ. ഈ വിവാഹത്തെ പിന്നീട് കഥ രൂപാന്തരം പ്രാപിച്ചു. വീരശൈവരായ ആരാധനക്കാരായതുകൊണ്ട് അവർ അയ്യൻ അല്ലെങ്കിൽ ആര്യൻ എന്ന ശബ്ദം, അത് ശാസ്താവിൻ്റെ പേര് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പരമശിവൻ്റെ പേര് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അവർ ശൈവാരാധനക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ജയന്തൻ പരമശിവനെ ആരാധിക്കുന്ന ആളായിരുന്നു. മോഹിനിയാകട്ടെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ചേർന്ന് ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ ഒരു പേര് വിളിച്ചു, ഹരിഹരസുതൻ എന്ന്. അതായത് ശൈവാരാധനക്കാരനായ ജയന്തനും വൈഷ്ണവാരാധനക്കാരിയായ മോഹിനിയും തമ്മിൽ വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ടായി. ആ കഥ പിന്നെ പുരാണത്തിലില്ലാത്ത ഒരു കഥയെ നമ്മൾ കേൾക്കുന്നു. പാലാഴിമോദനം കഴിഞ്ഞ് പരമശിവന് മോഹിനി വേഷത്തിൽ വന്ന സ്ത്രീയിൽ വിഷ്ണു ഭഗവാനിൽ കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞൊരു കഥ. ഇത് ശൈവരും വൈഷ്ണവരും തമ്മിൽ 10-ാം നൂറ്റാണ്ട് തൊട്ട് 14-ാം നൂറ്റാണ്ട് വരെ വലിയ ശത്രുതയും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ യോജിപ്പിക്കാൻ വേണ്ടി ശൈവഭാവത്തിൽ വിഷ്ണു ഭഗവാൻ സ്ത്രീഭാവത്തിൽ വന്ന് ഒരു കുട്ടിയുണ്ടായി. അപ്പോൾ ശൈവരെയും വൈഷ്ണവരെയും ശാക്തേയർ, മോഹിനിയുടെ മകനായതുകൊണ്ട് ശാക്തേയരെ യോജിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഒരു അതിബുദ്ധിയായ ഒരു കഥയെന്ന് മാത്രം ധരിച്ചാൽ മതി. അങ്ങനെ ജയന്തന് കുട്ടിയുണ്ടായപ്പോൾ ആ കുട്ടി ആര്യൻ അല്ലെങ്കിൽ അയ്യൻ എന്ന പേര് വിളിപ്പേരുണ്ടായിരുന്നു. കേരളവർമ്മൻ എന്ന് വിളിക്കുക. മറ്റു ചിലർ ആ കുട്ടിയെ ആര്യൻ രാജശേഖരൻ എന്ന് വിളിച്ചിരുന്നു. ഈ കുട്ടി അപ്പം ഹരിയും ഹരനും തമ്മിലുള്ള കുട്ടിയായതുകൊണ്ട് ഈ കുട്ടിയെ വിളിച്ച മറ്റൊരു പേരാണ് ഹരിഹരസുതൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരാളാണ്. മൂന്നാമതായി അയ്യപ്പൻ എന്ന ഒരു സേനാനായകൻ ഉണ്ടായിരുന്നു. ആ സേനാനായകൻ ഈഴവനായൊരു സേനാനായകനായിരുന്നു. അദ്ദേഹം പന്തളം രാജവംശത്തിൻ്റെ സേനാനായകനായിരുന്നു. അദ്ദേഹമാണ് ചീരപ്പഞ്ചിറക്കൽ തറവാട്ടിൽ പോയി പഠിക്കുകയും വെളുത്താശാൻ
അല്ലെങ്കിൽ വെളുത്തച്ഛൻ എന്ന് പറയപ്പെടുന്ന യൂറോപ്പിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ അവിടെ പോയി അദ്ദേഹവുമായി സുഹൃബന്ധം സ്ഥാപിക്കുകയും ആലങ്ങാട്ടുകാരും അമ്പലപ്പുഴക്കാരുമായിട്ടുള്ള ചിരപ്പഞ്ചിറക്കിൽ നിന്ന് വളരെ ഈസിയായി ആക്സസ് ഉള്ള അവിടുത്തെ ആളുകളെയൊക്കെ ബന്ധപ്പെട്ട് ഒരു സേനാനായകനായി മാറി. ആ സേനാനായകൻ വളരെ ഭംഗിയായി കറുത്തയും കറുപ്പയും എല്ലാം കൂട്ടി, മല്ലൻ എന്നുള്ള സേനാനായകന്മാരെ കൂട്ടി വളരെ ഭംഗിയായിട്ട് പോയി ഉദയനനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഉദയനൻ്റെ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് ശരംകുത്തിയിൽ കൊണ്ടുവന്ന് ഇത് ദുഷ്ടായുധങ്ങളാണ്, ഇനി ആരും ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ശരംകുത്തിയിൽ നിന്ന് താപ്പോട്ട് എറിയുകയും ഒക്കെ ചെയ്തു. ഈ സേനാനായകനെ സഹായിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് വാവർ എന്ന് പറയുന്ന വ്യക്തി. പരമശിവനെ സഹായിക്കുന്ന വാവുരനുണ്ട്. ആ വാവരനും ഈ വാവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തുർക്കിയിൽ നിന്ന് വന്ന ഒരു കുതിരക്കച്ചവടക്കാരനായിരുന്നു ഈ വാവർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തുർക്കിക്കാരൻ എന്ന് വിളിക്കുന്നത്. ഈ വാവർ തുർക്കിയിൽ നിന്ന് വരുമ്പോൾ, തുർക്കി ഇസ്ലാം മതരാജ്യം അല്ല, 1453 ആണ് തുർക്കി മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുന്നത്. മുഹമ്മദ് അലി രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ്, ഓട്ടോമൻ തുർക്കി രാജാവ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത് തുർക്കിയെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്നത് 1453 അതിന് 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആൾ വരുന്നത്. ഇദ്ദേഹം ചഗാതായി തുർക്കി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മൾ പലരും ബാബറേയും അക്ബറെയൊക്കെ മുഗൾ രാജവംശം എന്ന് വിളിക്കും. അവർക്ക് മുഗളന്മാരുമായിട്ട് അകന്ന ബന്ധമുണ്ട്. കാരണം ജംഗിസ് ഖാൻ്റെ 9ാം തലമുറയിൽപ്പെട്ട ആളായിരുന്നു ബാബർ. പക്ഷേ അദ്ദേഹം അപ്പൻ വഴിക്ക് തിമൂറിൻ്റെ 6ാമത്തെ സന്ധി പരമ്പരയിൽപ്പെട്ടതാണ്. ഈ തിമൂർ എന്ന് പറയുന്ന ആൾ ചഗാതായി തുർക്കി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം, ഒരു പേർഷ്യയിൽ വന്ന് അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും അവരുടെ വലിയ ഒരു നേതാവിൻ്റെ ഭാഗത്തിൽ അവർ എത്തുകയും ചെയ്തു. ചഗാതായി ടർക്സ്. ആ ചഗാതായി ടർക്സ് ഇസ്ലാമായ ശേഷം ഈ മംഗോൾസുമായി വലിയ അടുത്ത ബന്ധമായിരുന്നു. അങ്ങനെ ബാബർ ജംഗിസ് ഖാൻ്റെ 9ാം തലമുറയിലും തിമൂറിൻ്റെ 6ാം തലമുറയിലുമാണ് ഉണ്ടാവുന്നത്. അവരുടെ താഷ്കൻഡ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പട്ടണത്തിലായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. തിമൂർ ഒരു വലിയ രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യം ശിഥിലമായപ്പോൾ അതിൻ്റെ ഒരു വിഭാഗമാണ് ബാബർ 1526 1ാം പാനിപ്പട്ട് യുദ്ധത്തിൽ വന്ന് പട നയിച്ച മനുഷ്യൻ. ഈ ചഗാതായി ടർക്കിൻ്റെ ഒരു ബ്രാഞ്ചിൽപ്പെട്ട ആളായിരുന്നു ഈ ബാബർ. അദ്ദേഹം കുതിരക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം കുതിരക്കച്ചവടത്തിന് വേണ്ടി അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിൽ വരികയും അവിടെ കുതിരകളെ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലും കുതിരകളെ കൊണ്ട് കൊടുത്തു. മുഹമ്മദ് തുഗ്ലക്കിന് കുതിരകളെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം മുഹമ്മദ് തുഗ്ലക്ക് മധുരയിൽ സ്വതന്ത്രമായ മാബാർ മുസ്ലിം രാജവംശം ഉണ്ടാക്കി. 1324 മുതൽ 1371 വരെ ഏതാണ്ട് 45 വർഷം രാജവംശം ഉണ്ടായിരുന്നു, മുസ്ലിം രാജവംശം. അവർക്ക് കുതിരയെ കൊടുക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം അവിടുന്ന് കേരളത്തിൽ കച്ചവടം നടക്കുമെന്നറിയാൻ വേണ്ടി അദ്ദേഹം കേരളത്തിലേക്ക് വന്നു, കുതിരയും കൊണ്ട് വന്നു. ആ സമയത്താണ് അയ്യപ്പൻ എന്ന സേനാനായകൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. ബുധയൻ മലമുകളിലിരിക്കുകയായതുകൊണ്ട് 4 സൈഡിൽ കൂടെ ഇവർ ആക്രമിച്ച് കയറിയാൽ മുകളിൽ ഇരിക്കുന്ന ഒരാളിനെ താപ്പോട്ട് അയക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കയറി വരുന്ന സൈന്യത്തെ അവർ മുകളിൽ നിന്ന് അയച്ച് കൊല്ലും. അപ്പോഴാണ് ഈ ബാബർ കുതിരകളെ കൊണ്ടുവരുന്നത്. കുതിരകളെ കൊണ്ടുവരുമ്പോൾ കുതിരപ്പുറത്താവുമ്പോൾ വളരെ സ്പീഡിൽ ഈ മല കയറാൻ പറ്റും. അങ്ങനെ ഈ അയ്യപ്പൻ, സേനാനായകനായ അയ്യപ്പൻ, ഈ ആളിൻ്റെ കയ്യിൽ നിന്ന് കുതിരകളെ വാങ്ങിച്ചു. എന്നിട്ട് ബാബറും കൂടെ കൂടി. എന്നിട്ട് ആ പട്ടാളത്തെ അവർ ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് കുതിരപ്പന്തി എന്നൊരു സ്ഥലം ശബരിമലയ്ക്ക് അടുത്തുണ്ടാകും. അവിടെയാണ് കുതിരയെ പഠിപ്പിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ 4 സൈഡിൽ കൂടെ കരിമല, 4 സൈഡിൽ കൂടി കുതിരപ്പട്ടാളത്തിനകത്ത് മേളിപ്പോയി.
അപ്പോൾ ഇത്രയും സ്പീഡിൽ 4 സൈഡിൽ ആക്രമിക്കാൻ ഉദയന് കഴിയാതെ വന്നതിനാൽ ഉദയനനും വ്യാഘടനും സിംഹബാഹു 3 സഹോദരന്മാർ പരാജയപ്പെടുകയും ഉദയൻ കൊല്ലപ്പെടുകയും ഉദയൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് AD 1400 1420 സമയത്താണ്. അന്ന് തുർക്കി ഇസ്ലാം മതത്തിൽ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോഴേക്കും തുർക്കി ഇസ്ലാം മതത്തിനകത്തായി ഓട്ടോമൻ തുർക്കികൾ പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ സന്ധി പരമ്പരകൾ പിന്നീട് ഇസ്ലാം മതത്തിൽ ചേർന്നു. അതായത് സന്ധി പരമ്പരകൾ. ഈ കുതിരപ്പട്ടാളത്തിനെ മഹാരാഷ്ട്രയിൽ വിളിക്കുന്നവർ റാവുത്ത്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ പേര് റാവുത്ത്. അത് തമിഴ്നാട്ടിൽ വരുമ്പോൾ റാവുട്ടൻ. ഈ റാവുത്ത് അല്ലെങ്കിൽ റാവുട്ടൻ എന്ന് പറഞ്ഞാൽ കുതിരയെ ഓടിക്കുന്നവനെന്നാണ് അർത്ഥം. ആ റാവുട്ടൻ എന്ന ഗ്രൂപ്പിലാണ് ഇദ്ദേഹം പെടുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കുതിരയെ വിളിക്കുന്നത് തുർഷ്ക് കുതിരകൾ, അതായത് തുർക്കിയിൽ നിന്ന് വന്ന കുതിരകൾ. പിന്നെ അവർ വിളിക്കുന്ന ബാഹർ കുതിരകൾ. ഉത്തരേന്ത്യ അതിനെ വിളിക്കുന്ന ബാഹർ കുതിര. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വന്ന കുതിരകൾ, തുർക്കിയിൽ നിന്ന് വന്ന കുതിരകൾ എന്നാണ് അർത്ഥം. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന രാജാവിനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ കുത്തിവെച്ചിട്ടുണ്ട് റൗട്ടൻ എന്നാണ് കുത്തിവെച്ചിരിക്കുന്നത്. അതായത് റൗട്ടൻ എന്ന് പറഞ്ഞാൽ കുതിരപ്പട്ടാളക്കാരൻ എന്നർത്ഥം. കേരളത്തിൽ അവർ പിന്നീട് റാവുത്തർ എന്നറിയപ്പെട്ടു. റാവുത്തർമാരുടെ ചരിത്രം എടുത്ത് നോക്കി അവർ പറയും ഞങ്ങൾ തുർക്കിയിൽ നിന്ന് ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചരിത്രം തുടങ്ങുന്നത്. അവർ ഇന്ത്യയിൽ വരുമ്പോൾ മുസ്ലിംസ് അല്ല, പിന്നെ മുസ്ലിംസ് ആയി എന്നുള്ളതാണ്. ഈ റാവുത്തറ ജനവിഭാഗത്തിൽ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് ചീഫ് വരുന്നത്, റാവുത്തർ എന്ന് പറയുന്ന.